ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ രുചിയോടുകൂടിയ ഒരു തക്കാളി ചമ്മന്തി എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. വളരെ പെട്ടെന്നും വളരെ രുചികരമായ ഒരു ചമ്മന്തിയാണ്. ഇത് ദോശ, ഇഡലി, ചപ്പാത്തി എല്ലാ പലഹാരങ്ങളുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഒരു തുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 10-20 അല്ലി വെളുത്തുള്ളി, ഒരു തുടം, അതായത് അതിലുള്ള വെളുത്തുള്ളിയാണ് എടുക്കുക. എന്നിട്ട് ഒരു 4 വറ്റൽമുളക്, പിന്നെ പുളി ഇട്ടിട്ടുണ്ട്. വാളൻ പുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ 4 തക്കാളി, ഉപ്പ് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ആദ്യം നല്ലവണ്ണം ഈ തക്കാളിയുടെ ചാറ് കൊണ്ട് തന്നെ അത് അരഞ്ഞ് വരുന്നതാണ്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് 1 ടീസ്പൂൺ ഇട്ടതിന് ശേഷം വറ്റൽമുളക് 1 വറ്റൽമുളക് ഇടുക. അത് എല്ലാം മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്കൊരു നല്ല അടിപൊളി ചട്നി റെഡിയാകും. അത് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട്, തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് ഇതിൽ എത്രയാണോ നിങ്ങൾക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നാലേ ഈ തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ അത് മാറുന്നതിന് വേണ്ടി, പച്ച മണവും പച്ചയായിട്ടുള്ള അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഈ പച്ച ഒരു ഇത് കാണും, അതൊക്കെ മാറുന്നതിന് വേണ്ടി. വെളുത്തുള്ളി അരച്ചെന്ന് പോലും അറിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ഒരു സ്വാദേറിയ ഒരു തക്കാളി ചട്നിയാണ് ഇത്. വളരെ രുചികരമായ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കും. പെട്ടെന്ന് നമുക്ക് തേങ്ങ ചമ്മന്തിയൊക്കെ ആണെങ്കിൽ തേങ്ങ തിരുമണം ഇതെല്ലാം ഉണ്ടാക്കണം. അത് ചപ്പാത്തിക്കും കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായത്. ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്ത് നമുക്ക് ഇഡലിയുടെ കൂടെയൊക്കെ എത്ര ഇഡലി കഴിച്ചെന്നറിയണ്ട. കുഞ്ഞുങ്ങൾക്ക് ഇഡലി ദോശയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു തക്കാളി ചമ്മന്തി, നല്ല എരിവും പുളിപ്പും ഉപ്പും ഒക്കെ ചേർന്ന നല്ല തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ആവോളം കഴിക്കുന്നതാണ്. ഇഡലിയും ദോശയൊക്കെ, ഇടിയപ്പം ഒക്കെ കഴിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഇത് ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. എല്ലാ പേർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വിലപ്പെട്ട കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. ബൈ.